വി.ഡി. സതീശനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ ഇ.ഡി. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി. തന്റെ കൈവശമുള്ള തെളിവുകൾ ഇ.ഡിക്ക് കൈമാറിയതായി പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര പറഞ്ഞു. പ്രളയ ദുരിതാശ്വാസ പദ്ധതിക്കായി വിദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത സംഭവമാണ് ഇ.ഡി. അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി സാലി ചേരുന്നു. സാലി, വിശദാംശങ്ങൾ. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് 2018 പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തൻ്റെ നിയോജകമണ്ഡലമായ പറവൂരിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പുനർജനി. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഉൾപ്പെടെയുള്ളതായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. അതിനുവേണ്ടി വലിയ തോതിൽ വിദേശത്ത് നടക്കം പണം പിരിച്ചു. ആ പണം പിരിച്ചതിലും വിനിയോഗിച്ചതിലും ക്രമക്കേടുണ്ട് എന്നുള്ളതായിരുന്നു സതീശനെതിരായ പരാതിയും ആരോപണവും. അതിൽ പ്രധാനപ്പെട്ട ഒരു പരാതി വിദേശ നാണയ വിനിമയ നിയമം ലംഘിച്ചാണ് പണപ്പിരിവ് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇ.ഡിയിലേക്ക് സ്വാഭാവികമായും അന്വേഷണം പോയി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രധാന പരാതിക്കാരനായ ജെയ്സൺ പാനികുളങ്കരെ ഇന്ന് ഇ.ഡി വിളിച്ചു വരുത്തിയത്. ജെയ്സൺ പാനികുളങ്കര ഇ.ഡിയിൽ ഹാജരാകുന്നതിന് മുൻപ് തൻ്റെ കൈവശം ചില തെളിവുകളുണ്ട്, അത് നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ മൊഴിയെടുക്കൽ തുടർന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് തൻ്റെ കൈവശമുണ്ടായിരുന്ന നിർണായകമായ ചില വിവരങ്ങൾ, പണം അവിടെ നിന്ന് പിരിച്ചതും ഇവിടെ കൊണ്ടുവന്നതും കൈമാറിയതും അടക്കമുള്ള വിവരങ്ങൾ തൻ്റെ കൈവശമുണ്ടായിരുന്നു, അത് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും ഇനി തുടർ നടപടികളിലേക്ക് ഇ.ഡി കടക്കും എന്ന പ്രതീക്ഷയും പരാതിക്കാരൻ പങ്കുവച്ചു. രണ്ടാമത് ഈ കേസിലുണ്ടായിരുന്നത് ഈ പണം ഇവിടെ എത്തിയതിന് ശേഷം വിനിയോഗിച്ച രീതിയെ സംബന്ധിച്ച് ഒരു പരാതിയാണ്. ആ പരാതിയിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതായത് വീട് വെച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല, മറിച്ച് മറ്റു തരത്തിലാണ് ഈ പണം വിനിയോഗിച്ചത് എന്നുള്ളതാണ്. അതിലും വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇ.ഡിയുടെയും വിജിലൻസിൻ്റെയും അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ തെളിവുകളും കൂടി പരാതിക്കാരൻ ഇ.ഡി മുമ്പാകെ ഹാജരാക്കിയ പശ്ചാത്തലത്തിൽ ഏതായാലും പ്രതിപക്ഷ നേതാവിന് വളരെ ഗുരുതരമായൊരു കുരുക്കിലേക്ക് ഈ കേസ് പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്.